നമസ്കാരം. ഈ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീകൾ സമൂഹത്തിന് മുന്നിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് കടന്നുവരവ് ഒക്കെ തന്നെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചർച്ചയാണ്. ഏതാനും ദിവസം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാരീശക്തിക്ക് കൂടുതൽ ശക്തി പകരുന്നതിനായുള്ള പല പദ്ധതികളും പ്രഖ്യാപിച്ചത്. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, അതുപോലെ തന്നെ അനവധി കാര്യങ്ങൾ അദ്ദേഹം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലുള്ള പദ്ധതികൾ പ്രകാരം ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരുമായി ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഇരിക്കരുത്. അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ തന്നെ ഒരു പരിപാടിയാണ്, അവർ തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. അതിൽ ഒരുമിച്ച് വ്യായാമം ചെയ്തുകൂടാ. അതിനെ പിന്തുണയ്ക്കാനായിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തുന്നു. കാന്തപുരം ഉസ്താദ് പറയുന്നു. അതിനിടയ്ക്ക് കാന്തപുരം ഉസ്താദ് ചോദിക്കുന്നു, കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പാർട്ടിയുടെ CPM ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണൂർ ജില്ലയിൽ 18 ഏരിയ കമ്മിറ്റികളുണ്ട്. ഈ 18 ഏരിയ കമ്മിറ്റികളിൽ എത്ര സ്ത്രീകൾ സെക്രട്ടറിമാരായില്ല? ആകെ കേരളത്തിൽ 2-3 സ്ത്രീകളെ സെക്രട്ടറിമാരായിട്ടുള്ളൂ, ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അതിലൊന്ന് ഇടുക്കി ജില്ലയിലാണ്, അതിലൊന്ന് നമ്മുടെ മണിയാശാന്റെ മകളാണ് എന്ന് കേൾക്കുന്നു. അപ്പം ഇതിനു മുൻപ് സ്ത്രീ മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടില്ല. സുശീല ഗോപാൽ ഒരിക്കൽ മുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ആയില്ല. KR ഗൗരിയെ ഒതുക്കിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലാതെ അത് ഏതെങ്കിലും തരത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഈ സമാധാന മതക്കാർക്കോ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചോദിക്കുന്നുണ്ട്, തെറ്റൊന്നും വിചാരിക്കരുത്. സ്ത്രീ എന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തണം, പുരുഷനൊപ്പവും പുരുഷനേക്കാൾ ഒരുപടി മുന്നിലും നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്കൃതിയാണ്, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്കൃതിയാണ് ഭാരതീയ സംസ്കൃതി. ഭാരതം മാത്രമല്ല, ലോകം മുഴുവൻ. സൗദി അറേബ്യയിൽ ചെല്ലു. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ പറയുന്നത് കേട്ടോ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം സൗദിയിൽ പോയപ്പോൾ അവിടെ പോലീസിന്റെ യൂണിഫോം, സ്ത്രീ പോലീസുകാരുണ്ടല്ലോ, വനിതാ പോലീസുകാരുടെ യൂണിഫോമും പുരുഷ പോലീസുകാരുടെ യൂണിഫോമും ഒരേപോലെയാണ്. അവർ പർദ്ദയിട്ടിട്ടില്ല, മുഖം മറച്ചിട്ടില്ല, സാധാരണ പോലെ കോട്ടും സൂട്ടും ഇട്ട് തൊപ്പിയും വെച്ച് ടൈയും കെട്ടി നിൽക്കുന്നു. സൗദിയിലെ ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ പ്രഭവ കേന്ദ്രമായ സൗദിയിലെ പോലീസുകാർ, സൗദി രാജാവിന്റെ മക്കൾ യഥേഷ്ടം അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വിനോദയാത്രയ്ക്ക് പോകുന്നു. ഇവിടെ പർദ്ദയ്ക്കുള്ളിൽ ആള് കയറി ഒളിച്ചിരിക്കുന്നു ഈ ചൂടത്ത്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ അവരുടെ മതത്തിന്റെ കാര്യം. പക്ഷേ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥം വിശുദ്ധ ഖുറാനാണെന്നൊന്നും പറഞ്ഞു കളയരുത്. കാരണം ഇവിടെ സ്ത്രീകളെ അടിമകളാക്കുന്ന, സ്ത്രീകൾ വെറും ഭോഗവസ്തുക്കളായിട്ട്, പുരുഷന്മാർക്ക് ഭോഗിക്കാനുള്ള വെറും ലൈംഗിക വസ്തുക്കളായിട്ട് കാണുന്ന രീതിയാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. ഈ കിതാബ് എന്ന് പറയുന്നതിലൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. നമ്മളും കിതാബൊക്കെ അത്യാവശ്യം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ ന്യായീകരിക്കാൻ അവരുടെ കയ്യിൽ പല മാർഗങ്ങളുമുണ്ട്. അതാണ് അതിന്റെ വേറൊരു രസം. ഈ മുഹമ്മദ് നബിയുടെ ആദ്യ ഭാര്യയായ ഖദീജ, അവര് ഒരു കച്ചവടക്കാരിയായിരുന്നു എന്ന് കേൾക്കുന്നു. അവർ കച്ചവടം നടത്തുന്നതിനിടയ്ക്ക് മുഹമ്മദ് നബിയെ ഭർത്താവായി സ്വീകരിക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ ഈ ഖുർആൻ എഴുതിയപ്പോൾ ഇത്തരത്തിൽ ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്ന സ്ത്രീ വേശ്യയാണ് അല്ലെങ്കിൽ മോശം സ്ത്രീയാണ് എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചത്. ഇതുപോലെ തന്നെയാണ് CPM-ന്റെ കാര്യം. CPM പല രീതിയിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. സ്ത്രീക്ക് ഇത്ര ശതമാനം സംവരണമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പക്ഷേ സ്ത്രീ ഏരിയ സെക്രട്ടറി ആണോ? അല്ലല്ല. സ്ത്രീ മുഖ്യമന്ത്രി, ഇപ്പം KK ശൈലജ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. സ്ത്രീ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമോ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരുമോ, അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ ഇന്ന സ്ഥാനം കിട്ടുമോ, ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ മെമ്പർ ആകുമോ, അതൊന്നുമില്ല. പക്ഷെ സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്, സ്ത്രീക്ക് മുന്നേറ്റമുണ്ട്. സ്ത്രീ മുന്നേറ്റത്തെ ശാക്തീകരിക്കുന്ന, സ്ത്രീ മുന്നേറ്റത്തെ അംഗീകരിക്കുന്ന പാർട്ടിയാണ് CPM എന്നാണ് CPM പറയുന്നത്. ഇത് തന്നെയാണിത്. അവനവൻ കാണിക്കുന്നതെല്ലാം തോന്നിയാസം, എന്നിട്ട് ചെയ്യുന്നതൊക്കെയോ അല്ലെങ്കിൽ പറയുന്നതൊക്കെയോ വലിയ സ്ത്രീ സുരക്ഷയും സ്ത്രീ മുന്നേറ്റവും ഒക്കെ. ഈ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന് എന്ന ഈ രണ്ടാം കിട, അല്ലെങ്കിൽ ഈ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 2 തന്തയ്ക്ക് പിറന്ന അല്ലെങ്കിൽ പല തന്തയ്ക്ക് പിറന്ന കാട്ടായം കാണിക്കുന്ന ഇവരോടൊക്കെ നമ്മൾ എന്ത് പറയാം? ഒന്നുമില്ല. സ്ത്രീകൾ പഠിക്കണം, മുന്നേറണം. നാരീശക്തി നമ്മുടെ രാജ്യത്തിന്റെ ശക്തിയാണ്. പ്രധാനമന്ത്രി എന്ന ISRO ചന്ദ്രയാൻ 4 വിക്ഷേപണ സമയത്ത് പറഞ്ഞതാണ്. നാരീശക്തി എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ ഭാരതത്തിന്റെ ശക്തി, ലോകത്തിന്റെ ശക്തി. സ്ത്രീ ശക്തയാകണം. സ്ത്രീ അബലയല്ല, സ്ത്രീ ശക്തയാകണം. സ്ത്രീക്കൊപ്പമാണ്, സ്ത്രീത്വത്തിനൊപ്പമാണ്, സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ മുന്നേറ്റത്തിനും ഒപ്പമാണ് സമൂഹം നിലനിൽക്കേണ്ടത്. അതിനെ തുരങ്കം വയ്ക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. Powered by Jyotis, realizing your dream home.
Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.